സിനിമകളെല്ലാം സോറി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യു എയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു. അതിന്റെ യു എയിലുണ്ട്, കുവൈറ്റിൽ ഇത് വാർത്ത വന്നായിരുന്നു. കുവൈറ്റ് യു എയിലല്ല, കുവൈറ്റില് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ഓരോ രാജ്യങ്ങളുടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, നമുക്ക് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന, ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു. അവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ്. അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട്. അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാവും. ഇപ്പോഴും ഈ ഭേദഗതികൾ എല്ലാത്തിനും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങളും. നിങ്ങൾ സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോൾ കണ്ടിട്ടുള്ള സൗദി അല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിനതിന്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളത് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു, പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സംശയത്തിൽ ആരോടെ എന്ത് പറഞ്ഞ, ആരൊക്കെയായിരുന്നു അഭിപ്രായ വ്യത്യാസമുള്ളത്? അധോഗതിയാണെന്ന് പറഞ്ഞ ആരും ഉണ്ടല്ലോ ഇവിടെ, ഞാൻ കേട്ടു. ആക്ഷൻ പറഞ്ഞ പുള്ളി അഭിനയിക്കും, അതായിരുന്നു പ്രധാന ഇടപെടൽ. അല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഹ്യൂമറിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ഫൺ പരിപാടിയാണ്. അപ്പോൾ ഇതേ കോമഡി തന്നെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞാൽ ചിരിക്കണമെന്നില്ല. അപ്പൊ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പൊ ഒരു സിനിമയുടെ ഒരു കറക്റ്റ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% പണി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ആദ്യം കാസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ടാസ്ക്. അപ്പൊ ആ കാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും അവരുടെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എന്റെ പണി കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അല്ല, അതിന് തൊട്ട് മുമ്പ് ടോയ്ച്ചേട്ടന്റെ കാർഡ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് സിറ്റുസണി ഫാൻസ് അസോസിയേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അതിന്റെ താഴെ സെക്രട്ടറിയുടെ പേരുണ്ട്, പ്രസിഡന്റിന്റെ പേരുണ്ട്, ട്രഷറിയുടെ പേരുണ്ട്. ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റാതെ ആരൊക്കെയാണ്. അപ്പൊ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. പ്രൊഡ്യൂസറുടെ ധൈര്യമല്ല, ഞങ്ങളുടെ ധൈര്യമാണ്. പ്രൊഡ്യൂസർ എന്താ ഇവിടെ ഇല്ലല്ലോ. സുരേഷ് ചേട്ടന് ബസ് ഓടിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത്. പിന്നെ ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് ലോകം രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു.